അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരസ്പരം ഹസ്തദാനം ചെയ്യൽ വളരെ സുന്നത്തായ കാര്യമാണ്. സലാം പറയുമ്പോൾ പരസ്പരം കൈ കൊടുക്കുന്നതിനെയാണ് ഹസ്തദാനമെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരന് ഹസ്തദാനം ചെയ്യൽ അഭിവാദ്യത്തിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാകുന്നു. സഹോദരനോട് സലാം പറഞ്ഞാൽ മാത്രം പോരാ, സലാം പറയുമ്പോൾ പരസ്പരം കൈ കൊടുക്കലും സുന്നത്താണ്. അങ്ങനെ കൈ കൊടുക്കുന്നതിലൂടെ വലിയ ഒരു ആശയം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ കൈ കൊടുക്കുന്നതിലൂടെ പരസ്പര സ്നേഹബന്ധവും കുടുംബബന്ധവും അതുപോലെ തന്നെ സാഹോദര്യ ബന്ധവുമെല്ലാം ഊട്ടിയുറപ്പിക്കുകയാണ് അതിലൂടെ സംഭവിക്കുന്നത്. ഹസ്തദാനത്തിൽ കൂടുതൽ മുൻപന്തിയിൽ നിന്നത് യമൻകാരാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് യമനിലെ ജനങ്ങൾ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യമൻകാർ എത്തിയിരിക്കുന്നു, നിങ്ങളെക്കാൾ ഹൃദയങ്ങൾക്ക് ലോലതയുള്ളവരാണവർ. ഹസ്തദാനം ആദ്യമായി കൊണ്ടുവന്നത് അവരായിരുന്നതിനാലാണ് നബി തങ്ങൾ ഇങ്ങനെ പ്രസ്താവിച്ചത്. യമനിലെ ജനങ്ങൾ ഹസ്തദാനം കൂടുതൽ ചെയ്യുന്നവരാണ്. ഹസ്തദാനം ചെയ്യുന്നതിലൂടെ മനസ്സിന് ലാളിത്യവും ലോലതയും സംഭവിക്കും. ലോലഹൃദയമുള്ളവരുടെ പ്രധാന അടയാളമാണ് സലാം പറയുമ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നത്. ഹൃദയത്തിന് കാഠിന്യമില്ലാതിരിക്കാൻ, പരുക്കമായ ഹൃദയമില്ലാതിരിക്കാൻ, ലോലമായ ഹൃദയമുണ്ടാകാൻ, എല്ലാവരോടും അനുകമ്പയും സ്നേഹവുമുള്ള ഹൃദയമുണ്ടാകാനുള്ള പ്രധാന മാർഗം സലാം പറയുമ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്യ സ്ത്രീകളോടും അതുപോലെ തന്നെ പ്രായപൂർത്തിയോടടുത്ത കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാർ, അവരോട് ഹസ്തദാനം ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാം വിലക്കിയതാണ്. ഹലാലായ രീതിയിലാണ് ഹസ്തദാനം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വളരെ മാതൃകയാണ്. സലാം പറയുമ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്യൽ സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം സലാം പറയുക, സലാം പറയുന്നതോടുകൂടെ സലാമിൻ്റെ പൂർത്തീകരണമായ ഹസ്തദാനം നിർവഹിക്കുക. അസ്സലാമു അലൈക്കും.